ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ്. രേണു സുധി, അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ കിച്ചു, മൂത്ത മോനും ഉണ്ട് യൂട്യൂബ് ചാനൽ, നമ്മുടെ ഋതപ്പനും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട്. പേര് പറയാനും എന്തായാലും നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം. സോ ഇപ്പം എനിക്കൊരു ഒഫീഷ്യലായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം എത്തിയത്. ഇതാ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് വരികയാണ്. രേണു സുധി, അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതുപോലെ തന്നെ കിച്ചു, മൂത്ത മോനും ഉണ്ട് യൂട്യൂബ് ചാനൽ, നമ്മുടെ ഋതപ്പനും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട്. പേര് പറയാനും അതായത് പേര് പറഞ്ഞാൽ തീരത്തില്ലാത്ത ഒരുപാട് പേരുടെ അടുത്ത് എനിക്ക് നന്ദിയുണ്ട്. സപ്പോർട്ടിനെല്ലാം നന്ദി. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്കിപ്പം തുടക്കത്തിൽ ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ലെങ്കിലും സുധിച്ചേട്ടൻ ഏത് വേദിയിൽ ചെന്നാലും പാടുന്നൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ സുധിച്ചേട്ടൻ്റെ പ്രേക്ഷകരെന്ന നിലയിൽ, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫാൻ എന്ന നിലയിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സുധിച്ചേട്ടാ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ സുധിച്ചേട്ടൻ പാടുന്ന പാട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരികയാണ്. എവിടെ ചെന്നാലും ഇപ്പം ഞാൻ ചോദിക്കും, സുധിച്ചേട്ടൻ ഈ പാട്ട് മാത്രമേ അറിയുള്ളൂ? അപ്പോൾ പറയും, വാവട്ടെ എനിക്ക് ഇതാണ് ഇഷ്ടം. അതായത് ഏത് വേദിയിൽ ചെന്നാലും പാടുന്ന ഈ പാട്ടാണ്. ഞാൻ 2 ലൈൻ പാടാം. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, വന്നാട്ടെ 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 വന്നാട്ടെ. ഈ ഒരു വീഡിയോനെ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ആൽബത്തിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാരുടെ കമന്റ് ഉണ്ട്. അപ്പൊ ആ കമന്റ് എന്താണെന്നുള്ള ലിസ്റ്റ് ഞാൻ പറയാം. ഒരാൾക്കാർ ചോദിക്കുന്നത്, ചേച്ചി ഹാൻഡ്സ് വെച്ചിട്ടാണോ ഇതിൽ അഭിനയിച്ചേക്കണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് ഗൈസ്, ആരെങ്കിലും ഹാൻഡ്സ് വെച്ചിട്ട് ഒരു ആൽബം അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അഭിനയിച്ച ആൽബത്തിൽ ആ ചേച്ചി ഹാൻഡ്സ് വെച്ചിട്ട് അഭിനയിച്ചിട്ടില്ല. ഓക്കെ. രണ്ടാമത്തെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബോഡി ഷേവിംഗ് ആട്ടോ. ഈ ബോഡി ഷേവിംഗ് ചെയ്യുന്ന ആൾക്കാരെ ചോദിക്കുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗൈസ്. ഈ പറഞ്ഞ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? നമ്മുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഒരാളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൊത്തം പിടുത്തമാണല്ലോ എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആൽബത്തിൽ മൊത്തത്തിൽ പിടുത്തമുണ്ടോ? ജസ്റ്റ് ഒരു നാടൻ പാട്ടാണ്. എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് ബോറായിട്ടുള്ള ഒരു വേഷമോ അല്ലെങ്കിൽ ഒരു സീൻസോ ആ ആൽബത്തിൽ ഉണ്ടെന്ന് എനിക്കിവർ തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ആൽബം നല്ല രീതിക്ക് യൂട്യൂബ് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കണ്ണൂർ വെച്ചിട്ട് ഞാനും രേണു ചേച്ചിയായിട്ട് പുതിയൊരു ആൽബം വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു. രേണു സുധി അങ്ങനെ പുതിയൊരു ചാനലായിട്ട് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ കുറച്ച് നാൾ ഫോട്ടോഷൂട്ടുകളായിട്ട് നടന്നേ. ഇപ്പോഴും ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാര്യം ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ ചാനലിൽ അവരെന്തോ കാണിക്കട്ടെ, അവരുടെ ചാനലായി അവരുടെ പാടായി അവർ ഇതൊക്കെ ആയിട്ട് കാണാനായിട്ട് ഇഷ്ടമുള്ളവർ കാണട്ടെ, കാണാനായിട്ട് ഇഷ്ടമില്ലാത്തവർ കാണണ്ട എന്നുള്ള രീതിക്ക് അതങ്ങ് പൊക്കോളും. പക്ഷെ ഇതുവരെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന സംഭവം ഉണ്ടല്ലോ, ഇനി അത് തുടരുമോ എന്നൊന്നും അറിഞ്ഞൂടാ. കാര്യം അതായത് ഇപ്പൊ നെഗറ്റിവിറ്റി കൊണ്ട് പബ്ലിസിറ്റി നേടാം, അല്ലെങ്കിൽ ഇപ്പൊ സുധി എന്ന് കൊല്ലം സുധി എന്ന് പറഞ്ഞൊരാളുടെ ഫേസോ അല്ലെങ്കിൽ അയാളുടെ പേരും വെച്ചിട്ട് അത് വെച്ചിട്ട് ഒരു പബ്ലിസിറ്റി നേടാം. അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഇവർ കാണിച്ചു കൂട്ടിയതിനകത്തൊക്കെ എനിക്ക് തോന്നിയായിരുന്നു, പല സമയത്ത് തോന്നിയായിരുന്നു. ആദ്യമൊക്കെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നെഗറ്റിവിറ്റി പറയുന്നവരെയൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ടായി. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, അതായത് അവർ പറയുന്നതിനകത്തും കാര്യമുണ്ടല്ലോ എന്നുള്ളൊരു സംഭവം മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇവർ പറയുന്നതിനകത്തൊന്നും ഒരു വാലിഡ് അല്ലാത്ത കാര്യങ്ങൾ ഇവർ പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഈ ഒരു കേസിനകത്ത് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ ചാനലിനകത്ത് ഇടുമ്പോഴത്തേക്കും അതിന്റെ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് തന്നെയാണ്, ഇവർക്ക് ഒരു കുടുംബത്തിനുമാണ് ഉള്ളത് അതിനകത്ത്. പക്ഷെ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഇന്റർവ്യൂ ഒക്കെ നടന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ ഇന്റർവ്യൂക്കാർക്കാണ് അതിന്റെ വരുമാനം മൊത്തം പോവുള്ളൂ. അപ്പൊ അതൊരിക്കലും നമുക്ക് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുള്ളൂ. പക്ഷെ ഇവരൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടേതായ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഇവർ അതിനകത്ത് പറഞ്ഞോട്ടെ. അതേപോലെ ഇവരുടെ മറ്റേ ഫോട്ടോഷൂട്ടുകളാണെങ്കിലും ഇവർ ഫോട്ടോഷൂട്ട് എടുക്കുന്നതിനകത്ത് ഒന്നും അല്ല ഇവിടെ ആർക്കും വിഷയം. അതിനകത്ത് വിഷയമുള്ളവരുണ്ട്, അത് വേറെ
അവന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവർ ഇടുന്ന കാര്യങ്ങളിനകത്ത് ഇപ്പം ജെന്യുവിനായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, അവരെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് തന്നെ ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് പറയുള്ളൂ. അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം നിങ്ങൾ ഇടുന്നതിനകത്ത് പലതും ഇപ്പം നിങ്ങളുടെ മകന് വരെ അത്രയും മോശമായിട്ട് വരുന്ന രീതിക്കായി നിങ്ങളുടെ പല കാര്യങ്ങളും. അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളാണ് നോക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ തന്നെ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് പോയി ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ ബിസി യു.